എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കണ്ണൻകുട്ടീനെ നോക്കാൻ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ അവന് ഭയങ്കര വാശിയാണോ, ദേഷ്യം കാണിക്കുമോ, അങ്ങനെയൊക്കെ. അതിനുള്ള മറുപടി നിങ്ങൾ വീഡിയോസുകളിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. അവനങ്ങനെ വാശി പിടിക്കുന്ന, ദേഷ്യം കാണിക്കുന്ന അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഉറക്കമില്ലാതെ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലേ. ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടിസം തന്നെയല്ല, CP കുട്ടികളാണെങ്കിൽ പോലും ഭയങ്കര വാശി, ഭയങ്കര ദേഷ്യം, അമ്മമാരെ ഉപദ്രവിക്കുക, രാത്രി ഉറങ്ങില്ല, ഫുൾ ടൈം കരച്ചിൽ. അങ്ങനെയുള്ളൊരു കുഞ്ഞായിരുന്നു കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേറൊരു വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ വരുമാനത്തിനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എപ്പോഴും വാശി പിടിച്ച് കരഞ്ഞ് ഭയങ്കര ടെററായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കുഞ്ഞിനെ നോക്കിയല്ലേ പറ്റുള്ളൂ. പക്ഷേ കണ്ണനെ സംബന്ധിച്ചിട്ട് അവൻ വാശി ഉണ്ടായിരുന്നു, കരച്ചിലുണ്ടായിരുന്നു, രാത്രി ഉറങ്ങാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് അവന് ആ അസുഖം വന്നിട്ട് അവന് പിന്നെയും പെയിനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. തലയിലൊക്കെ വേദനയോ എന്തൊക്കെയോ ഉണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ അവനുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവൻ നല്ല വാശിയും, പകലും രാത്രിയൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. ഫുൾ ടൈം ഒരാൾ അവൻ്റെ കൂടെ വേണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അവൻ വളർന്ന് വരും തോറും അവന് മെൻ്റലി അവൻ ഓക്കെ ആയി വന്നു തുടങ്ങി. അങ്ങനെ മെൻ്റലി ഓക്കെ ആകുമ്പോൾ അവനറിയാം കാര്യങ്ങൾ, നമ്മൾ പറയുന്നതൊക്കെ അവനറിയാം. അവൻ മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കാം അവൻ പല കാര്യങ്ങളിലും എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇരിക്കാതെ നമ്മൾക്ക് നമ്മളുടേതായ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കണം ഏതമ്മമാരെന്ന്. പക്ഷേ ചില അമ്മമാർക്ക് അത് സാധിച്ചു എന്ന് വരില്ല അല്ലേ. കുഞ്ഞുങ്ങൾ അത്രയും വാശി പിടിച്ച് കരഞ്ഞ് എപ്പോഴും ഉറങ്ങാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെയൊന്നും അല്ല, അവർക്ക് ചിലപ്പോൾ അത് സാധിക്കില്ല. എപ്പോഴും കുഞ്ഞുങ്ങളെ തന്നെ നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ എൻ്റെ കണ്ണനെ സംബന്ധിച്ചിട്ട് കണ്ണൻ എൻ്റെ അടുത്ത് ഒരുപാട് സഹകരിക്കുന്നുണ്ട്. അത് നമ്മൾ അവൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണോ, അവനത് മെൻ്റലി ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണോ എനിക്കറിയില്ല. അവനൊരുപാട് എൻ്റെ അടുത്ത് സഹകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതിനെനിക്ക് എന്നും അവനോട് തന്നെയാണ് കേട്ടോ നന്ദി പറയാനുള്ളത്.